എക്ടോപിക് പ്രഗ്നൻസി അഥവാ ട്യൂബൽ പ്രഗ്നൻസി. യൂട്രസിന്റെ പുറത്തുണ്ടാകുന്ന ഏതൊരു ഗർഭധാരണത്തെയും എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയും. ഇതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് യൂട്രസിന്റെ രണ്ട് സൈഡിലുമായിട്ടുള്ള ഫലോപ്പിൻ ട്യൂബിൽ ഉണ്ടാകുന്ന ട്യൂബൽ പ്രഗ്നൻസിയാണ്. അണ്ടവും ബീജവും തമ്മിലുള്ള സങ്കലനത്തിന് ശേഷം ഉണ്ടാകുന്ന എംബ്രിയോ ഫലോപ്പിൻ ട്യൂബിൽ നിന്ന് യൂട്രസിലേക്ക് പോകാതെ വരുമ്പോഴാണ് ട്യൂബൽ പ്രഗ്നൻസി ഉണ്ടാകുന്നത്. എന്നാൽ ഫലോപ്പിൻ ട്യൂബിന് യൂട്രസിന്റെ ഭിത്തിയുടെ കട്ടിയോ വലിപ്പമോ ഇല്ലാത്തത് മൂലം ഈ പ്രഗ്നൻസി വളരുകയും അപ്പോൾ പ്രഗ്നൻസി ട്യൂബ് പൊട്ടി പുറത്തേക്ക് അമിതമായ ബ്ലീഡിംഗ് ഉണ്ടാകുകയും ചെയ്യും. ഇതിനാണ് റപ്ചേർഡ് എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത്. പ്രഗ്നൻസി പോസിറ്റീവായ ഒരു സ്ത്രീയിൽ ആദ്യത്തെ 2 മാസത്തിനുള്ളിൽ കലശലായ വയറുവേദന അഥവാ സ്പോട്ടിംഗ് അഥവാ ഹെവി ബ്ലീഡിംഗ് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എക്ടോപിക് പ്രഗ്നൻസി സംശയിക്കേണ്ടതാണ്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ സിറം ബീറ്റ HCG എന്ന് പറഞ്ഞൊരു ബ്ലഡ് ടെസ്റ്റിങ്ങും അൾട്രാസൗണ്ട് സ്കാനിങ്ങും നിർദ്ദേശിക്കുന്നതാണ്. അതിന്റെ ഫലം അനുസരിച്ചാണ് നമ്മൾ തുടർന്നുള്ള മാനേജ്മെന്റ് തീരുമാനിക്കുന്നത്. മെഡിക്കൽ മാനേജ്മെന്റ് ആണെങ്കിൽ നമ്മൾ മെത്തോട്രെക്സേറ്റ് എന്നുള്ള ഇഞ്ചക്ഷൻ ആണ് നമ്മൾ ഇടുന്നത്. എന്നാൽ സർജറി ആണെങ്കിൽ അഥവാ ബീറ്റ HCGയുടെ വാല്യൂ വളരെ വലുതാണ്. അതുപോലെ തന്നെ എക്ടോപിക് പ്രഗ്നൻസിയുടെ സൈസ് കൂടുതലാണ് അഥവാ എക്ടോപിക് പ്രഗ്നൻസിക്ക് ഹാർട്ട് ബീറ്റ് ഉണ്ട്, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സർജറി നിർദ്ദേശിക്കും. കീഹോൾ സർജറിയാണ് സാധാരണയായി ചെയ്യാറ്. ട്യൂബ് എടുക്കുന്ന സർജറി അഥവാ സാൽപിൻജെക്ടമി ചെയ്യാറുണ്ട്. ചിലപ്പോൾ ട്യൂബിൽ ഒരു ചെറിയൊരു മുറിവിട്ട് പ്രഗ്നൻസി മാത്രം പുറത്തെടുത്ത് ട്യൂബ് തയ്ച്ചു വെക്കാറുണ്ട്, അഥവാ സാൽപിൻജോസ്റ്റമി എന്ന് പറയും. എന്നാൽ റപ്ചേർഡ് എക്ടോപിക് പ്രഗ്നൻസി ആയിട്ട് വരുന്ന സ്ത്രീകളിൽ മിക്കവാറും ഓപ്പൺ സർജറി തന്നെയാണ് ചെയ്യേണ്ടി വരാറ്.